ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഫലാഫിക്ക് തീരെ കഴിയുന്നില്ല കേട്ടോ. പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആകെ കുട്ടി സൈഡായിട്ടുള്ളത്. ഭയങ്കര കൊരയലുണ്ട്. ചുമ എന്ന് പറയും നമ്മളെ നാട്ടിൽ കൊര എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ചുമ എന്ന് പറയും. അപ്പം നമ്മളെ ഫലാഫിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാന്ന് കേട്ടോ. നമ്മൾ കാണിക്കാൻ പോകുന്നത് കണ്ണൂര് ഇവിടെ ഇപ്പം കാണിക്കുന്ന ഡോക്ടർ തന്നെ, ഷെനായി ഡോക്ടർ കേട്ടോ. അപ്പോൾ രാവിലെ ഓൾറെഡി ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്കൺ 37 കിട്ടിയത്. ഇപ്പോൾ വിളിച്ചോക്ക് 36. ഞാൻ ആടെ ഒരു 10 ടോക്കൺ കയറുന്നവരെ കാത്തു നിൽക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇന്നത്തെ നോമ്പ് വീഡിയോന്റെ തുടക്കം തന്നെ ഡോക്ടറത്തേക്ക് പോകുന്ന ഒരു വീഡിയോ കേട്ടോ. ഫലാഫിക്ക് തീരെ കഴിഞ്ഞില്ല. ചുമ ഭയങ്കര പിന്നെ ഹാർഡായിട്ട് ഇങ്ങനെ ചുമക്കുന്നത്. ഇപ്പൊ എന്തോ ഒരു അതിന്റെ സീസൺ ആണല്ലോ. നമ്മൾ ചൂട് ജാസ്തിയല്ല. നമ്മളെ കണ്ണൂര് ഇന്നലെ എന്തോ ഒരു ദിവസത്തിൽ കണ്ടു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചൂട് കണ്ണൂരാണെന്ന് പുറത്തിങ്ങനെ കണ്ടാണ്. ചൂട് ജാസ്തിയാവും ഇങ്ങനെ പനിയും ജലദോഷം പിടിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അത് നമ്മളെ മോക്ക് നല്ലോണം എഫക്റ്റ് ആയിട്ട് കേട്ടോ. അത് കുഞ്ഞുകുട്ടിയല്ലേ. പിന്നെ മുപ്പിക്കും പിന്നെ ജലദോഷം ഒക്കെ പിടിച്ച് ഓള് സൈഡായിട്ടുണ്ട്. ഓൾ ഇങ്ങനെ ഇപ്പൊ കാരണം കൊടുക്കുക സങ്കടം കൊണ്ടല്ല കേട്ടോ, തണുപ്പ് പിടിച്ചിട്ട്. നമ്മൾ ഷെനായി ഡോക്ടർ എത്തിയിട്ടുണ്ട്. നോക്കുമ്പോൾ നമ്മൾ ടോക്കൺ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ ആ മുപ്പിനോട് പറഞ്ഞു, മുപ്പി ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോയിട്ടായിരുന്നു, ഞങ്ങൾക്കൊരു തൊപ്പി വാങ്ങാണ്ടെന്ന് പറഞ്ഞു മുപ്പിനോട്. അപ്പോൾ സിറ്റി സെൻ്ററിൻ്റെ ബേക്കിലുള്ള നമ്മളെ മൊയ്തീൻപള്ളിൻ്റെ അടുത്ത് നിന്നാണ് തൊപ്പി വാങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ സിറ്റി സെൻ്ററിൻ്റെ കൂടെ കുറേ ആയി പോയിട്ട് കേട്ടോ. ഒരു കാലം സിറ്റി സെൻ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ കണ്ണൂർ. അപ്പോൾ ഈ ഷോപ്പ് ഞാൻ പണ്ട് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത ഷോപ്പാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആ മൊയ്തീൻപള്ളിയാണ് നേരെ ഓപ്പോസിറ്റുള്ള ബുക്ക് സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ആ തൊപ്പി വാങ്ങാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ തൊപ്പിയിൽ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ബ്ലാക്ക് തൊപ്പി സെലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയാണോ? തൊപ്പി നോമ്പായിരം വാങ്ങിക്കൊണ്ട് വിചാരിക്കുന്നു, പക്ഷെ മറന്നു വന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് തൊപ്പി, അടിപൊളിയാണോ? എനിക്ക് ഇഷ്ടമായിനോ? ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഷെനായി ഡോക്ടർക്ക് ഇപ്പം തിരക്കാൻ കേട്ടാ. ഫലാപ്പിക്ക് ഒന്നും കഴിയുന്നുമില്ല, അത് ഓളൊന്നും കഴിക്കുന്നുമില്ല, അതാണ് മെയിൻ പ്രശ്നം. ക്യാമറ നോക്കിയിട്ട് ഹായ് പറയാനും ബായ് പറയാനും നോക്കി തീരെ മൂടില്ല കേട്ടാ. അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഭ്രാന്തായിട്ട് അവളത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയാൽ പിന്നെ ഇവിടെ വന്ന സ്ഥിരം ജില്ലിനെ കൊണ്ട് എടുത്ത് കളി തന്നെയാണ്. അവളെ സ്ഥിരം പരിപാടിയാണ്. ഷെനായി ഡോക്ടർ അടുത്ത് വന്നാൽ ജില്ലി എടുക്കുക, എറിയുക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. അതവളെ സ്ഥിരം പരിപാടി കേട്ടോ. ഇവിടെ വന്ന് എന്തായാലും ഒരു റൗണ്ട് എന്തായാലും ഇങ്ങനെ അടിക്കണം, ജില്ലി എടുത്ത് എറിയണം. അതൊക്കെ വളരെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മുപ്പിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഒരു ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഫൈഡ് എക്സ്പ്രസ്സിൽ വന്നിട്ട് ഒരു ബർഗർ 2 ബർഗർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പലവരെ കാണിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴക്കോളുണ്ട്, നല്ല കാറ്റും കാറൊക്കെ കെട്ടിയേക്കുന്നുണ്ട്. വേനൽ മഴക്കുള്ള സാധ്യതയാണ് കേട്ടോ. അതൊക്കെ കാണിച്ചത് നല്ല കാർമേഘം മൂടിക്കിടക്കുന്നുണ്ട്, കാറ്റുണ്ട് കേട്ടോ. മഴക്ക് നല്ല സാധ്യതയുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ കാത്തിരുന്ന വേനൽ മഴ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, മഴ പെയ്യുന്നുണ്ട്. മുറ്റമൊക്കെ നനഞ്ഞിരിക്കുന്നു. എന്തായാലും നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചൂടുണ്ടാവില്ല, ഇങ്ങനെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും ഇന്ന് രാത്രി. അല്ലെങ്കിൽ തന്നെ കണ്ണൂർ ഭയങ്കര ചൂടാണ്. നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇത് എന്തോ ഒരു ചിക്കൻ പപ്സ് പോലെ ആക്കിയതാണ്. അതുപോലെ തന്നെ ഇത് പൊരിച്ചതുകൊണ്ട്, എയർ ഫ്രൈയിൽ പൊരിച്ചതുകൊണ്ട്, ഒരു ജ്യൂസ് എപ്പോഴുള്ള പോലെ ഒരു ജ്യൂസ്. ഇതെന്താ പത്തിരി, നെയ്പത്തിരി. മഷാല്ലാ, ഇന്ന് സെറ്റാണ് കേട്ടോ, ഇന്ന് അടിപൊളിയാണ്. പിന്നെ അതെന്താ എന്താ ചിക്കൻ കറിയോ? ഓ സെറ്റ്, മഷാല്ലാ മഷാല്ലാ മഷാല്ലാ, ബർക്കത്തേറ്റ്. ഇത് വരുമ്പോൾ മേടിച്ച 2 ബർഗർ കേട്ടോ. കുട്ടിക്ക് പൂതിയായിട്ട് മേടിച്ചത്, നോമ്പ് തുറക്കാൻ വേണ്ടി വരുമ്പോൾ മേടിച്ചത്, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. ഇങ്ങോട്ടല്ല ഗൈസ്, നമ്മള് നോമ്പൊക്കെ തുറന്നിപ്പോ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ സ്പെഷ്യൽ എന്താ? ചപ്പാത്തി ചിക്കൻ കറി. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്നത് കൊണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ. വാങ്ങിയ